നമസ്കാരം. മലയാളികളിലെ സദാചാര ബോധം മുഴുവൻ വേട്ടയാടിയ രണ്ടുപേരാണ് അഭയ ഹിരൺമയിയും ഗോപി സുന്ദറും. ഇരുവരുടെയും പ്രണയവും പിരിയലുമെല്ലാം പാപ്പരാസികൾ ആഘോഷമാക്കിയിരിക്കുന്നു. വേർപിരിഞ്ഞിട്ടും പരസ്പരം ബഹുമാനത്തോടെയാണ് ഇരുവരും പെരുമാറിയിരുന്നത്. രണ്ടുപേരും പരസ്പരം കുറ്റങ്ങൾ പറയുകയോ ഒന്നും ഉണ്ടായില്ല. ഇപ്പോഴിതാ എന്തുകൊണ്ട് ഇത്രയും നല്ല രീതിയിൽ ഒരു വേർപിരിയൽ ഉണ്ടായി എന്ന ചോദ്യത്തിന് അഭയ പറഞ്ഞ മറുപടിയാണ് ചർച്ചയാകുന്നത്. പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വേർപിരിയലിനെ കുറിച്ച് അഭയ ഹിരൺമയി പറഞ്ഞത്. രണ്ടുപേർ ഒരുമിച്ച് ജീവിച്ചു, അവർ പിരിഞ്ഞു, ഇരുവരും അവരുടേതായ രീതിയിൽ ജീവിക്കുന്നു. അവർ ഇരുവരും തിരക്കിലാണ്, ഇതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ല. എന്നാൽ അപ്പോഴും പഴയത് കുത്തിപ്പൊക്കി കൊണ്ടുവരുമ്പോൾ അവിടെ പ്രശ്നമുള്ളത് ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കാണ്. അവരാണ് ഫ്രസ്ട്രേഡ് ആകുന്നത്. നിങ്ങൾ അങ്ങനെയാകാതെ സ്വന്തം ജോലിയും സ്വന്തം കാര്യവും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും സന്തോഷം ഉയർന്നുകൊണ്ടിരിക്കും. നമുക്കും സന്തോഷമേ ഉള്ളൂ. വയനാട് എന്റെ സുഹൃത്തിന്റെ റിസോർട്ടിൽ പോയിരുന്നു. അവിടെ എന്റെ സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ നല്ല ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ലാത്തിരി പൂത്തിരി കത്തിക്കാനാണ്, ആ പാട്ട് പാടാനാണ്. പക്ഷെ അത് കണക്ട് ചെയ്തത് വേറെ തരത്തിലേക്കാണ്. ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായാൽ എതിരെ നിൽക്കുന്ന ആളെ കുറിച്ച് നെഗറ്റീവ് പറയണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണ് ഉള്ളത്? അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് എന്നെ ഇത്രയും കാലം വളർത്തിക്കൊണ്ടുവന്ന വ്യക്തിയാണ്. എനിക്കതിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് എന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. അത് നാട്ടുകാരോട് ഞാൻ വിശദമാക്കണം എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. അത് ശരിയല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങൾ കാണും. പരസ്പരം ബഹുമാനിച്ചു പോകുന്നതിൽ ഭയങ്കരമായ കഠിനാധ്വാനമുണ്ട്. അത് തീരുമാനിച്ചു കൊണ്ട് പോകുന്നതാണ്. അത് അങ്ങനെ വേണം എന്നാണ് വിചാരിക്കുന്നത്. എന്നെ ഇങ്ങനെ കാണാനാണ് താല്പര്യം. നിങ്ങൾ എന്ത് നെഗറ്റീവായി കാണാൻ ഉദ്ദേശിച്ചാലും എന്നെ പോസിറ്റീവായിട്ട് കാണാനാണ് എനിക്കിഷ്ടമെന്നാണ് അഭയ പറയുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.